ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദിൽ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമ്മൾ ഇന്ന് എന്തുവാ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഉണക്കമീൻ കറിയാണ്. അതിനുവേണ്ടി ഞാനൊരു നല്ലൊരു അയിലയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പൊക്കെ ഇട്ട് ഉണക്കിയ നല്ല അടിപൊളി ഒരു വിളഞ്ഞ ഒരു അയിലയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വേറെ എന്തൊക്കെ കൂടെ ചേർക്കുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു പച്ചക്കായ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മാങ്ങ ഇത്രയും നമ്മൾ എടുക്കത്തില്ല, ഇതിൻ്റെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് ഉണക്കമീനാണ്, നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം നമുക്ക് ഈ ഉണക്കമീനൊന്ന് വെട്ടി ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ തൊലിയൊക്കെയാണ് ഇതായത്, വലിയ കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ മാങ്ങായ ഒരു പൂള് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു 2 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കല്ലുപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ടേ ഇടാള്. ഉണക്കമീനാണ്, ഉപ്പുള്ള ഉണക്കമീനായിരുന്നു. നന്നായിട്ടൊക്കെ കഴുകി എടുത്തിട്ടാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം. അപ്പോഴേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. നമ്മൾ ഒത്തിരി ഇങ്ങോട്ട് ഉടയ്ക്കുന്നില്ല, ഇളക്കി അങ്ങ് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. തേങ്ങായും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും കൊച്ചുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കാണും, പക്ഷേ നമ്മൾ ഈ സാധാ തേങ്ങ അരച്ച് മീൻകറിയൊക്കെ വെക്കുന്നതിന് അത്രയും നല്ല കളർ കാണത്തില്ല, ചില ഇത് മങ്ങയൊരു കളറായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരപ്പൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് അരഞ്ഞിട്ടുമുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കറക്റ്റായിരിക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ അരപ്പ് വെള്ളവും കൂടെ നമ്മളങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് പതിയെ നമുക്കിതൊന്ന് ഇളക്കണം. പിന്നെ ഈ മൂടി നമ്മൾ അടച്ച് വെച്ച് അതിൻ്റെ തിളയൊക്കെ ഒന്ന് വരണം. അപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് കറി എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. നന്നായിട്ട് തിളച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത്തിരി ഉപ്പൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഉപ്പൊക്കെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, വേറെ ഒന്നുമല്ല, ഉപ്പ് മീനൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചിനി ഇടണം. അപ്പോഴത്തേക്ക് നമുക്ക് സിമ്മിലോട്ടാണ് ഇനി മാറ്റിയിടുന്നത്. ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോഴേക്ക് നമ്മളൊരു തവ അടുപ്പിലോട്ട് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് ഉലുവായും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കണം. അപ്പോഴേക്ക് നമ്മുടെ തീയൊക്കെ കുറച്ച് നമ്മുടെ കറിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല അയില ഉണക്കമീൻ കറിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.